CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിലെ SFIO കുറ്റപത്രം ഗൗരവമായി കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മകളുടെ കമ്പനിക്ക് ലഭിച്ചത് കള്ളപ്പണമല്ലെന്നും കൃത്യമായി നികുതി അടച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിനീഷ് കോടിയേരിയുടേതിന് സമാനമായ കേസല്ല വീണയ്ക്കെതിരെയുള്ളത്. കേന്ദ്ര ഏജൻസിയുടെ ലക്ഷ്യം താനാണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. കേസ് കോടതിയിൽ നേരിടുമെന്നും മാധ്യമങ്ങൾക്ക് വേണ്ടത് തന്റെ രക്തമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രേരിത കേസെന്നായിരുന്നു പാർട്ടി അന്നും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സേവനം ചെയ്യാതെയാണ് പണം ഈടാക്കിയെന്നാണ് കേരള ഏജൻസികൾ കണ്ടെത്തിയത്. കുറ്റപത്രത്തിലുള്ളത് പ്രോസിക്യൂഷൻ അനുമതിയും കൊടുത്തില്ല. ഇനി രാഷ്ട്രീയ പ്രേരിതെന്ന് പറയാൻ കഴിയും. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിന്റെ ശേഷം കാണാം. ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്ന കാണുന്നുണ്ട്. താങ്കളുടെ മകൾ പാർട്ടിയിലുള്ള ആളല്ല, താങ്കളുടെ മകളാണ്. നേരത്തെ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന സമയത്ത് താങ്കളെടുത്ത നിലപാട് അതിൽ വരട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് താങ്കളുടെ മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ്. അതിലെന്താ ആശ്ചര്യം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അല്ല, ബിനീഷ് കോടിയേരിക്കും താങ്കളുടെ മകൾക്കും രണ്ട് നീതിയാണോ എന്നുള്ളതാണ് ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതിൽ ബിനീഷിന്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CMA ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി അങ്ങേക്കെതിരെ തിരിയുകയാണ്. അപ്പോൾ എങ്ങനെയാണത് പ്രതിരോധി? അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. അത് കോടതിയിലുള്ള കാര്യമാണ്. കോടതിയുടെ വഴിക്കങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ. ശശിധരൻ കർത്തയുടെ കരിമണലുമായി ബന്ധപ്പെട്ടും അത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് CMന് ഈ രീതിയിലുള്ള പരിഗണന ശശിധരൻ കർത്ത മകളുടെ രൂപത്തിൽ കൊടുത്തതെന്നാണ്. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് കോടതിയിലുണ്ട്, കോടതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ CM വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ CM പോയിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്താകെ വലിയ പ്രചരണം നടക്കുമ്പോൾ അതൊന്ന് വിശദീകരിച്ച് പോകുന്നതല്ലേ CM നല്ലത്? കോടതിയിലുള്ള കേസിൻ്റെ മെറിറ്റ് ആ രീതിയിൽ പോയിക്കോട്ടെ. കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്. നിങ്ങളുടെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ. ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് അങ്ങടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അതിന് തയ്യാറാവാത്തതുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കും. പക്ഷെ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRLന് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് സപ്പോർട്ടായിട്ട് ഉയരുകയാണ്. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അല്ല രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു. നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ? എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്. ഋഷിപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് പാർട്ടി. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടവേളയ്ക്കു ശേഷം പ്രതികരിച്ചിരിക്കുന്നു. തന്റെ പേരുകൂടി ഉൾപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി പ്രതിരോധം തീർക്കുന്നത് എന്ന വിശദീകരണമല്ലേ മുഖ്യമന്ത്രി നൽകുന്നത്? ഋഷിപാൽ. ഡോക്ടർ അരുൺകുമാർ, CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മകൾ തെറ്റുകാരിയല്ലെന്ന വാദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തുന്നത്. മകൾ കൃത്യമായി സേവനത്തിനാണ് പണം കൈപ്പറ്റിയത്. അത് രേഖാമൂലമാണ്, അത് നിയമാനുസൃതമാണ് പണം കൈപ്പറ്റിയത്. അതിന് കൃത്യമായി നികുതി അടച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വിശദീകരിച്ചു. മാധ്യമ വേട്ടയാണ് നടക്കുന്നതെന്ന വാദം കൂടി മുഖ്യമന്ത്രി ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിയമപോരാട്ടം നടത്തും. അത് കോടതിയിൽ കിടക്കുന്ന വിഷയമാണ്. ഇതിൽ യാതൊരു തരത്തിലും ആശങ്കയില്ല എന്നുകൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും തന്റെ പേരുൾപ്പെടെ വെച്ചുകൊണ്ട് തന്നെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്
ഈ കേസുമായി മുന്നോട്ടു പോകുന്നത് എന്ന ഒരാക്ഷേപം കൂടി മുഖ്യമന്ത്രി ഈ CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. ഒരു തരത്തിലും ആശങ്കയില്ല, കാരണം മകൾ തെറ്റ് ചെയ്തിട്ടില്ല, എക്സാലോജി കമ്പനി തെറ്റ് ചെയ്തിട്ടില്ല എന്ന വാദമാണ്. ഇതിനൊപ്പം തന്നെ ഈ CMRL മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തർക്ക പരിഹാര ബോർഡിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന ഈ പണം കൈപ്പറ്റിയ മറ്റു രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്ന ചോദ്യവും അവരെ ലക്ഷ്യമിട്ട് ആണ് പ്രതിപക്ഷത്തിലെ നേതാക്കൾ, അവരുടെ വിഭാഗത്തിലെ നേതാക്കൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് തന്റെ പേര് കൂടി അതിൽ വലിച്ചെടുക്കുന്നത് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതേപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിന് പാർട്ടി ഇതുപോലെ പ്രതിരോധമുയർത്തിയില്ലല്ലോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി, അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പേര് ഇതിൽ പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്റെ മകൾ എന്ന രീതിയിൽ തന്നെയാണ് പരാമർശിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാർട്ടി ഈ കേസിൽ പ്രതിരോധം തീർക്കുന്നത് എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. ഏതായാലും വീണ ഈ കാര്യത്തിൽ തെറ്റുകാരിയല്ലെന്ന് പറയുമ്പോൾ തന്നെ പാർട്ടി പ്രതിരോധം തീർക്കുന്നതിൽ തെറ്റില്ല, കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എല്ലാ തരത്തിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു പാർട്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിരോധം തീർക്കുന്നത് എന്നാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയർത്തിയില്ല. തുടർച്ചയായി കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണോ CMRL കേസെന്ന ചോദ്യത്തിന് മൌനമാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരം. ഏതായാലും പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ടു പോകുമ്പോൾ അത് രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് മുഖ്യമന്ത്രിയും സർക്കാരും മുന്നോട്ടു പോകുന്നതെന്ന് വ്യക്തം. അതുകൊണ്ടാണ് ഇത് നിയമപരമായി തന്നെ നേരിടും എന്ന ഉറച്ച ശബ്ദത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു.